ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരുക്കവും കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരുക്കിയിരുത്തിയിട്ടോ. അവൻ്റെ ഷർട്ട് ഇക്കാക്ക തേക്കുന്നതുകൊണ്ട് തന്നെ പുള്ളി അവിടെ ഫോണും കുത്തിയിരിക്കുക കേട്ടോ. ഇനി ചെറുതിനെ റെഡിയാക്കണം. അപ്പോൾ ഇക്കാക്ക തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി എന്നെ ഡ്രസ്സും മാറിച്ചിട്ടാ. ഈ ഷർട്ട് ഞാൻ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേടിച്ചാട്ടോ. അപ്പോൾ അവന് ഭയങ്കര വലുതാണ്. ഇപ്പോഴാട്ടോ കറക്റ്റ് പാകം എത്തിയേക്കുന്നത്. അവനങ്ങനെ ഡ്രസ്സും മാറി അങ്ങോട്ട് ചെന്ന് അപ്പോഴത്തേക്കും ചെറുക്കനെ ഞാൻ ഡ്രസ്സൊക്കെ മാറിച്ചിട്ടാ. എണീറ്റപ്പോൾ തന്നെ ഞാൻ കഞ്ഞി തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിനുള്ള പഠിച്ച് വെള്ളം വാർക്കുകയാണെങ്കിൽ വരുമ്പോൾ പിന്നെ പാടില്ലല്ലോ. പിന്നെ വന്നിട്ട് ഞാൻ കഞ്ഞി വെക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയെടുക്കാൻ വലിയ മടിയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ അലമാരി വന്ന് പൊരുതുകട്ടെ എന്ത് തരണം. ഈ ഒരു അലമാര നിറച്ച് എൻ്റെ മാത്രം ഡ്രസ്സുകളുള്ളൂ കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഏതാ ഇടണ്ടേന്ന് ചില സമയത്ത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് കൺഫ്യൂഷനാണ്. ഒന്നും ഇല്ലാത്ത മാതിരിയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഇതെടുത്ത് തേച്ച് ആ ഡ്രസ്സും മാറി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നേരെ ഹോസ്പിറ്റലിലോട്ടാട്ടോ വച്ച് പിടിക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ഇടയിൽ വെച്ചിട്ട് എന്നാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോൾ വന്നു. പോസ്റ്റ് ഓഫീസിൽ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട്, ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 11-11:30 ആയിരുന്നു. എൻ്റെ അതുമോനാണ് ഇപ്പോൾ അതേപോലെ ഉറക്കവും പിടിച്ചത്. ഞാൻ ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ബാങ്കിലെ പേപ്പറായിരുന്നു. റിട്ടേൺ പോയാൽ പിന്നെ കുറച്ച് പാടാണ് കിട്ടാനല്ലോ. അങ്ങനെ നേരെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സാധനം കൈപ്പറ്റിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന. ഇവൻ കൈ കൊണ്ട് സ്റ്റിയറിങ് തിരിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓൺ ആക്കിയതാട്ടോ. പക്ഷെ അവനത് ശ്രദ്ധിച്ചിട്ട് അത് നിർത്തിയിട്ടാ. നേരെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഗ്യാപ്പും കൊണ്ട് അവൻ്റെ കൈ ആ ചെളിയിൽ കുത്തി. പിന്നെ അവനെ അവിടെ നിന്ന് കഴുകിച്ചിട്ട് ഞങ്ങൾ നേരെ ചീട്ടെടുക്കാൻ വേണ്ടി നടക്കുക കേട്ടോ. ഈ ഒരു പരിപാടി എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഈ നടപ്പ് എന്നുള്ളത് ഭയങ്കര മടിയാണ്. ചീട്ടെടുക്കാൻ ചെന്നപ്പോഴേക്കും ഇന്ന് ഡോക്ടറില്ല, സമയം കഴിഞ്ഞ് പുള്ളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് മൂഞ്ചി തെറ്റി. ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് വേണ്ട ഞാനും കൊച്ചും അവിടെ ഇരുന്നിട്ടാ. പിന്നെ ഇവർക്ക് പതിവ് പോലെ അവരുടെ സ്വഭാവം എവിടെ ചെന്നാലും കാണിക്കണമല്ലോ, അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ ആ വണ്ടിയിലോട്ട് കയറി നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എന്നാൽ വീടെത്തുന്നതിന് മുമ്പ് ഒരു വെള്ളം കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് നാരങ്ങ വെള്ളവും കട്ട്ലേറ്റും കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം.